നിതാസ് ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയുടെ പേര് ഒരു വിശിഷ്ട സമ്മാനം. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ കൊട്ടാരം വിദൂഷകനായിരുന്നു തെന്നാലി രാമൻ. തമാശകൾ കൊണ്ട് രാജാവിനെ രസിപ്പിക്കുമായിരുന്ന തെന്നാലി രാമന്റെ അപാരമായ ബുദ്ധിവൈഭവവും കർമ്മകുശലതയും ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ഒരിക്കൽ അയൽരാജ്യത്തെ ഒരു മന്ത്രി നിരവധി സമ്മാനങ്ങളുമായി രാജാവിനെ സന്ദർശിക്കാനെത്തിയിരുന്നു. മന്ത്രിയെ രാജോചിതമായി സ്വീകരിച്ച രാജാവ് എല്ലാ ദിവസവും മന്ത്രിക്കായി ആ നാട്ടിലെ വിശിഷ്ടമായ കലാപരിപാടികൾ അവതരിപ്പിക്കാനും നിരവധി സംവാദങ്ങൾ ക്രമീകരിക്കാനും മറന്നില്ല. അവിടെ കഴിച്ച ദിവസങ്ങൾ മന്ത്രിക്ക് ഏറെ സന്തോഷപ്രദമായ അനുഭവമായി മാറി. ഒടുവിൽ മന്ത്രിക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ട ദിനമെത്തി. അമൂല്യമായ രത്നക്കല്ലുകൾ, ആഭരണങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ തുടങ്ങിയവ രാജാവ് മന്ത്രിക്ക് സമ്മാനമായി നൽകി. എന്നാൽ മന്ത്രി പറഞ്ഞു, അങ്ങയുടെ സന്മനസ്സിന് നന്ദി. എനിക്കും ഞങ്ങളുടെ രാജാവിനും ഇങ്ങനെയുള്ള സമ്മാനങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവയെല്ലാം അങ്ങയ്ക്ക് ഞാൻ മടക്കി നൽകുന്നു. എന്നാൽ അങ്ങയ്ക്ക് നിർബന്ധമാണെങ്കിൽ അതിവിശിഷ്ടമായ ഒരു സമ്മാനം ഞാൻ ആവശ്യപ്പെടാം. ആ സമ്മാനം സുഖത്തിലും ദുഃഖത്തിലും എന്നോടൊപ്പം ഉണ്ടാവണം. മാത്രമല്ല, മറ്റൊരാൾക്ക് എൻ്റെ പക്കൽ നിന്നും ഒരിക്കലും അപഹരിക്കാൻ പറ്റാത്തതുമാകണം അത്. നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം സമയം നൽകുന്നു. നാളെ ഞാൻ വീണ്ടും കൊട്ടാരത്തിലെത്താം. മന്ത്രിയുടെ വാക്കുകൾ രാജാവിനെയും രാജസദസ്സിനെയും ശരിക്കും വിഷമത്തിലാക്കി. അത്തരമൊരു സമ്മാനത്തെപ്പറ്റി എത്ര ആലോചിച്ചിട്ടും ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല. ഒടുവിൽ രാജാവ് തെന്നാലി രാമനെ സമീപിച്ചു. രാമൻ കുറേ നേരം ആലോചനയിലാണ്ടു. തുടർന്ന് രാമൻ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട. മന്ത്രി ആവശ്യപ്പെട്ട വിശിഷ്ടമായ ആ സമ്മാനം നമുക്ക് നൽകാം. അടുത്ത ദിവസം വിശിഷ്ട സമ്മാനം സ്വീകരിക്കാനായി മന്ത്രി കൊട്ടാരത്തിലെത്തി. രാജാവും പരിവാരങ്ങളും രാമൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ ആകാംക്ഷയോടെ നിലകൊണ്ടു. അല്ലയോ മന്ത്രിശ്രേഷ്ഠ, അങ്ങ് ആവശ്യപ്പെട്ട ആ അപൂർവ സമ്മാനം ദർശിക്കാനായി അങ്ങ് തിരിഞ്ഞു നോക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. മന്ത്രി അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. അതാ കൊട്ടാരത്തിന്റെ വെണ്ണക്കൽത്തറയിൽ തെളിഞ്ഞ സ്വന്തം നിഴൽ. രാമൻ തുടർന്നു, സുഖത്തിലും ദുഃഖത്തിലും അങ്ങയോടൊപ്പമുണ്ടാവുന്ന ഈ നിഴൽ അങ്ങയിൽ നിന്ന് ആർക്കും അപഹരിക്കാനാവില്ല. അത് കേട്ട മന്ത്രി തോൽവി സമ്മതിച്ചു. രാമന്റെ ബുദ്ധിവൈഭവത്തെ അദ്ദേഹം പ്രശംസിച്ചു. വിജയനഗരത്തിന്റെ അന്തസ്സിന് പൊൻതൂവൽ ചാർത്തിയ രാമന് രാജാവ് 100 സ്വർണ്ണ നാണയം സമ്മാനിച്ചു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.